ഫേസിൽ പമ്പ് ഒരു സിമെൻറ്റിങ് ഫോം ഉണ്ടാവും, കൊഴുപ്പ്. ഓക്കെ, ഈ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് കട്ടിയാകുന്നതാണ് ബ്ലോക്ക്. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് ആ ബ്ലോക്ക് പരിഹരിക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട അവബോധം എന്താ? ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളുടെ ഇൻടേക്ക് അല്ല, ബ്ലഡ് വരണമെങ്കിൽ എന്ത് വേണം? ഭക്ഷണം കഴിക്കണം. ആണോ? അല്ലേ? ബ്ലഡ് ശുദ്ധീകരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഹാർട്ട് കൃത്യമായി പമ്പ് ചെയ്യണം. അല്ല, ഉടനെ ഒരു 3-4 IB ഫ്ലൂയിഡ് കൊടുക്കുക. ചെക്കിംഗ് ഒക്കെ പിന്നെയാണ്. ആദ്യം ഓവറോൾ പെട്ടെന്ന്, കാരണം ഇതിനെ റിക്കവറിലേക്ക് കൊണ്ടുവരാനല്ലോ. ചെക്കിങ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ സമയത്തും കൊണ്ട് ആൾ പോയാലോ. ഏറ്റവും വലിയ ഹാർഡ്നെസ്സിൽ നിന്ന് ഡ്രൈനെസ്സിലേക്ക് വന്നു. ഡ്രൈനെസ് വലിയ ഡേഞ്ചറസ് അല്ല. ഡേഞ്ചറസിൽ മരണത്തിന് മുമ്പുള്ള സ്റ്റേജാണ്. നമ്മൾ ഈ ധമനികളിലേക്ക് കാറ്റ് വളരെ ശക്തിയായിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ അവിടെ കിടക്കുന്ന എന്ത് ഒബ്ജക്റ്റിനെ ഈ കാറ്റ് അടിച്ചു കയറിയപ്പോൾ ഇപ്പം ഇത് ഹ്യൂമിഡിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞു. ഹ്യൂമിഡിറ്റി സെഡേറ്റ് ചെയ്യുമ്പോഴത്തേന് ഹ്യൂമിഡിറ്റി അടുത്ത ലിക്വിഡ് ഫോമിലേക്ക് വന്നു, കുറച്ചുകൂടെ സോഫ്റ്റായി. അപ്പോൾ അടുത്ത് വിൻഡ് കൊടുക്കുകയാണ്. വിൻഡ് കൊടുക്കുന്നത് അവിടെ കിടക്കുന്ന എത്ര വലിയ ഹാർഡ്നെസ് ഉണ്ടല്ലോ അവനെ അടിച്ച് തെറിപ്പിച്ച് ക്ലീൻ ചെയ്ത് പോകും. ഇതാണ് നമ്മുടെ സയൻസ്. വളരെ നീറ്റായിട്ട് നമ്മുടെ ഹാർട്ട് ബ്ലോക്കിന് 1-2 മാക്സിമം പോയൊരു 3-4 സ്റ്റിച്ച് ക്ലിയർ ചെയ്യാം. ഈ ഹാർട്ട് ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. പിന്നെ പറ്റും സാറേ, ഞാനൊരു ഫാഷൻ ഡിസൈൻ ചെയ്യുന്ന കുട്ടിയാണ്. കുറച്ച് പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ കുറച്ച് ഇതിലാണ്. അപ്പോൾ വീണ് കാല് ഉളുക്കിയതാണ്. അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പലതും ചെയ്തു. പക്ഷെ ഭയങ്കര വേദനയാണ്. ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ. ആ വഴിയിൽ നിന്നുകൊണ്ട് സൈഡിൽ മാറ്റിയത് സ്പോട്ടിൽ ഞാൻ ചെയ്തിട്ട് കൂളായിട്ട് പഴയതുപോലെ അവർ നടന്നുപോയി. എന്ത് പറ്റി ചേട്ടാ? എന്ത് വലിയ പ്രശ്നമാണോ? എൻ്റെ പിന്നെ സാറേ, സയാറ്റിക്ക പിടിച്ചിട്ട് 1 ലക്ഷം വർഷങ്ങളായിട്ട് ഞാൻ പ്രോബ്ലം ഉള്ള. ഉടനെ ഞാൻ എൻ്റെ പേഴ്സണാത്തിൻ്റെ പ്രോബുണ്ട്, അതെടുത്ത് സ്പോട്ടിൽ പുള്ളി ചെയ്തിട്ട്, സാർ ഇത് എന്ത് ചികിത്സയാണ്? സ്പോട്ടിൽ മാറി. ഹാർട്ട് ബ്ലോക്ക്. അപ്പോൾ ബ്ലോക്ക് എന്ന് പറയുന്നത് സ്റ്റാഗ്നേറ്റ് ചെയ്ത കട്ടി കൂടിയ സാധനം അല്ലേ? ആ ബ്ലോക്ക് അപ്പോൾ എന്തായി? നമ്മുടെ ബ്ലഡിൽ എന്താ പറയുന്നത്? നമുക്ക് കൊഴുപ്പും മറ്റുള്ള മാലിന്യങ്ങളും അടിഞ്ഞുകൂടി കിടന്നു കഴിയും. ബ്ലഡ് എന്ന് പറയുന്നത്, ഹാർട്ട് എന്ന് പറയുന്ന സാധനം എന്താ? 365 ദിവസം ഈച്ച് ആൻഡ് എവരി -സെക്കൻഡ് ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ? അപ്പം ആ ഹാർട്ടിൻ്റെ വെയർ ആൻഡ് ടിയറിൽ ഫേസിൽ പമ്പ് ഒരു സിമെൻറ്റിങ് ഫോം ഉണ്ടാവും, കൊഴുപ്പ്. ഓക്കെ, ഈ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് കട്ടിയാകുന്നതാണ് ബ്ലോക്ക്. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് ആ ബ്ലോക്ക് പരിഹരിക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട അവബോധം എന്താ? ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളുടെ ഇൻടേക്ക് അല്ല, ബ്ലഡ് വരണമെങ്കിൽ എന്ത് വേണം? ഭക്ഷണം കഴിക്കണം. ആണോ? അല്ലേ? ബ്ലഡ് ശുദ്ധീകരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഹാർട്ട് കൃത്യമായി പമ്പ് ചെയ്യണം. അല്ല, വെള്ളം കുടിക്കണം. ഓക്കെ, കൊഴുപ്പ് കുറയണമെങ്കിൽ വെള്ളം കുടിക്കണ്ടേ? അത് വേണം. വേണ്ടേ? ബ്ലഡ് ഉണ്ടാകണമെങ്കിൽ വെള്ളം വേണ്ടേ? അല്ലേ? പിന്നെ അതിൻ്റെ ക്വാളിറ്റി ഡിഫറെൻറ്റ് പല കാര്യങ്ങളും ഉണ്ട് അതിനകത്ത്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോയില്ലെങ്കിൽ ഇത്രയെങ്കിലും നമ്മൾ അറിയണ്ടേ? വെള്ളം കുടിക്കണമെന്ന് പോലും അറിയില്ല. അപ്പം എത്ര പേര് നമ്മൾ കൃത്യമായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റമൂലി അറിയാൻ നല്ലൊരു വൈദ്യൻ പറഞ്ഞത് 20 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം എന്നാണ്. അപ്പം നമ്മൾ 60 കിലോ ഉണ്ടെങ്കിൽ എത്ര ലിറ്റർ വെള്ളം മിനിമം കുടിക്കണം? 3 ലിറ്റർ. അപ്പോൾ 70-80 ഉണ്ടെങ്കിൽ എത്ര ലിറ്റർ കുടിക്കണം നിങ്ങൾ തീരുമാനിക്കുക. നമ്മൾ അത്രയും കുടിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ബ്ലഡ് ഉണ്ടാകണമെങ്കിൽ ഇപ്പം നമ്മൾ എക്സാമ്പിൾ കുറച്ചുകൂടി ഇതിലേക്ക്, ഒരു കാർഡിയക് അറസ്റ്റ് വന്നു, ഹാർട്ട് പ്രോബ്ലം ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിയുമ്പം ആദ്യമേ ഡോക്ടേഴ്സ് ചെയ്യുന്നത് എന്താണ്? ICU കയറ്റിട്ട് എന്താ ചെയ്യുന്നത്? കാർഡിയക് അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ ആൻജിയോഗ്രാം ചെയ്യുക എന്നുള്ളതാണ് ആദ്യമേ ചെയ്യുന്ന. അവർ കൊടുത്ത് പ്രഥമ ശുശ്രൂഷ ചെയ്തതിന് ഉടനെ ഒരു 3-4 IB ഫ്ലൂയിഡ് കൊടുക്കുക. ചെക്കിംഗ് ഒക്കെ പിന്നെയാണ്. ആദ്യം ഓവറോൾ പെട്ടെന്ന്, കാരണം ഇതിനെ റിക്കവറിലേക്ക് കൊണ്ടുവരാനല്ലോ. ചെക്കിങ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ സമയത്തും കൊണ്ട് ആൾ പോയാലോ. പ്രഥമ ശുശ്രൂഷ ആദ്യം അവർ അന്നേരം കൊടുക്കും, അവർക്കറിയാം എന്താണുള്ളത്. ബാക്കിയുള്ള ചെക്കിങ്ങുകൾക്ക് ഉടനെ ചെയ്തിട്ടുണ്ട് ചേരെങ്കിൽ ആൾ തട്ടിപ്പോയിട്ട് എന്ത് ചെയ്യും? അപ്പോൾ ആദ്യം കൊടുക്കുന്നതാണ് IB ഫ്ലൂയിഡ് അല്ലേ? അപ്പോൾ പറയും ഒരു 2-3 ട്രിപ്പ് ഇട്ട് കഴിയുമ്പോൾ ആശ്വാസമായി. അതിനുശേഷം ബാക്കിയുള്ള ചെക്കിങ്ങിലേക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത് അല്ലേ? അപ്പോൾ ഈ IB ഫ്ലൂയിഡ് എന്ന് കഴിഞ്ഞാൽ
ഇതിലേക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കുക വെള്ളം. ഇത് തന്നെ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് തന്നെയല്ലേ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആ വെള്ളത്തിൻ്റെ കുറവ് ആണല്ലോ കാണിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് വെള്ളം കുടിക്കുകയും കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കുകയും ലിമിറ്റഡായിട്ട് കഴിക്കുകയും കഴിക്കേണ്ടത് അങ്ങനെയുള്ളൊരു നല്ല അവബോധം കിട്ടിയാൽ തന്നെ നമുക്കൊരു പരിധിവരെ മാറിയില്ലേ അല്ലേ. അപ്പോൾ കൊഴുപ്പ് കുറയണമെങ്കിൽ എന്ത് വേണം? വെള്ളം കൂടുതൽ കഴിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ്നെസ് ആയിട്ടിരിക്കുന്ന ഒരു സെക്ഷൻസിന് പറയുന്നത് അവസാന സ്റ്റേജിന് കോൾനസ് സ്റ്റേജ്, മരണാവസ്ഥ. കട്ടി കൂടി തണുത്ത് ദ്രവിച്ചു വന്നപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ ഇത് കിട്ടും കറക്റ്റായിട്ട്. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് കോൾനസ് സ്റ്റേജ്. ഹാർട്ട് ബ്ലോക്ക് ഒന്ന് സ്റ്റക്കായി എന്ന് പറഞ്ഞാൽ ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ സ്റ്റക്കായി. അപ്പോൾ കാർഡിയക് അറസ്റ്റ് വന്നു. ക്ലിയർ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് 6 എനർജി ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് വിൻഡ്, ഹീറ്റ്, ഹോട്ട്നെസ്, ഹ്യൂമിഡിറ്റി, ഡ്രൈനെസ്, കോൾനെസ്. 6 എനർജി. അപ്പം ആ ലാസ്റ്റത്തെ അവസ്ഥയാണ് ഏത്? കോൾനെസ്. അപ്പോൾ തണുത്ത് വിറച്ച് ഇവർ ടെമ്പറേച്ചർ വരെ കുറഞ്ഞു, അപ്പോൾ മരണാവസ്ഥയായി. ലാസ്റ്റ് സെക്ഷൻ കോൾനെസ് സ്റ്റേജ്. അപ്പോൾ കോൾനെസ് സ്റ്റേജിലുള്ള ഒരു അവയവമോ ഒരു വ്യക്തിയോ ഓർഗനോ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ കോൾനെസ് സ്റ്റേജിനെ സെഡേറ്റ് ചെയ്യുന്ന ടെക്നിക്ക് നമുക്കുണ്ട്. അപ്പോൾ സെഡേറ്റ് ചെയ്യുന്നത് ആ കോൾനെസ്സിനെ കുറയ്ക്കുക. അപ്പോൾ കട്ടി പിടിച്ച് കോൾനെസ് ആയിട്ട് ഇങ്ങനെ ചുരുണ്ട് കൂടിയിരിക്കുന്ന സാധനത്തിനെ നമ്മൾ കുറയ്ക്കാനായിട്ടുള്ള ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് റിലീസാകും, കുറച്ച് ഡിസോൾവ് ആകും. മനസ്സിലായോ? എന്നിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് എനർജി ഉണ്ട്. അപ്പം കോൾനെസ്സിൻ്റെ ഓപ്പോസിറ്റ് എനർജിയാണ് ഹോട്ട്നെസ്. നമ്മളവിടെ എന്തിനാ ഹോട്ട്നെസ്സിനെ കൂട്ടും. അപ്പം കോൾനെസ് ആയിട്ടിരിക്കുന്ന ഒന്നിനെ സെഡേറ്റ് ആയപ്പം അത് കുറച്ച് ലൂസായി, ഹാർട്ടിൽ നിന്ന് കുറച്ച് അടുത്ത ഫോർമേഷനിലേക്ക് പോയി. ഹോട്ട്നെസ് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ഹോട്ട്നെസ് ചെല്ലുമ്പോൾ എന്താ? ഒരു വസ്തുവിലേക്ക് ഹോട്ട്നെസ് മെൽട്ടാവും. സയൻസ് അല്ലേ? അപ്പോൾ അത് എന്തയിലേക്ക് വന്നു? ഏറ്റവും വലിയ ഹാർഡ്നെസ്സിൽ നിന്ന് ഡ്രൈനെസ്സിലേക്ക് വന്നു. ഡ്രൈനെസ് വലിയ ഡേഞ്ചറസ് അല്ല. ഡേഞ്ചറസ് ഇപ്പോൾ മരണത്തിന് മുമ്പുള്ള സ്റ്റേജാണ്. സീരിയസിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഡ്രൈനെസ്സിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ഡ്രൈനെസ്സിനെ നമ്മൾ കുറയ്ക്കുന്ന ടെക്നീക്സ് ഉണ്ട്. അപ്പോൾ ഡ്രൈനെസ്സിനെ കുറയ്ക്കുമ്പം അത് അടുത്ത സ്റ്റേജിരിക്കുന്നു. ഏത്? ഹ്യൂമിഡിറ്റിയിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നു. ഓക്കെ, അപ്പോൾ അത് ഹ്യൂമിഡിറ്റിയിലേക്ക് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഹ്യൂമിഡിറ്റിയെ സെഡേറ്റ് ചെയ്യും. അപ്പോൾ ഡ്രൈനെസ്സിനെ നമ്മൾ അഗെയിൻ ഡ്രൈനെസ്സിനെ സെഡേറ്റ് ചെയ്യാൻ ഹീറ്റ് എന്ന് പറയുന്നൊരു എനർജി ഉണ്ട്. അപ്പോൾ അത് ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡ്രൈനെസ് എന്ന് പറയുന്ന ഹ്യൂമിഡിറ്റിയിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ഇനി ഹ്യൂമിഡിറ്റിയെ നമ്മൾ എന്ത് ചെയ്യാണ്? സെഡേറ്റ് ചെയ്യാണ്. അപ്പോൾ ഹ്യൂമിഡിറ്റി കുറച്ചുകൂടെ ലിക്വിഡായി, ലൂബ്രിക്കേഷൻ കുറച്ചുകൂടെ കുറഞ്ഞിട്ട് വെൽറ്റി പോർഷൻ. അപ്പോൾ അടുത്ത് നമ്മൾ ഇനി ഉള്ളതാണ് വിൻഡ് എന്ന് പറയുന്ന എനർജി, കാറ്റ്. അപ്പം നമ്മൾ ഈ ധമനികളിലേക്ക് കാറ്റ് വളരെ ശക്തിയായിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ അവിടെ കിടക്കുന്ന എന്ത് ഒബ്ജക്റ്റിനെ ഈ കാറ്റ് അടിച്ചു കയറിയപ്പം ഇത് ഹ്യൂമിഡിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞു. ഹ്യൂമിഡിറ്റി സെഡേറ്റ് ചെയ്യുമ്പോഴത്തേന് ഹ്യൂമിഡിറ്റി അടുത്ത ലിക്വിഡ് ഫോമിലേക്ക് വന്നു, കുറച്ചുകൂടെ സോഫ്റ്റായി. അപ്പോൾ അടുത്ത് വിൻഡ് കൊടുക്കുകയാണ്. വിൻഡ് കൊടുക്കുന്നത് അവിടെ കിടക്കുന്ന എത്ര വലിയ ഹാർഡ്നെസ് ഉണ്ടെങ്കിലും അവനെ അടിച്ച് തെറിപ്പിച്ച് ക്ലീൻ ചെയ്ത് പോകും. ഇതാണ് നമ്മുടെ സയൻസ്. വളരെ നീറ്റായിട്ട് നമ്മുടെ ഹാർട്ട് ബ്ലോക്കിന് 1 2 മാക്സിമം പോയൊരു 3 4 സ്റ്റിച്ചിങ് ഉണ്ട്. ക്ലിയർ ചെയ്യാം. ഈ ഹാർട്ട് ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും? പിന്നെ പറ്റും. ഹാർട്ട് ബ്ലോക്ക് ഉണ്ടെന്ന് എന്തിനാ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? എന്താണ് പൊതുവേ നമ്മൾ ശരി, ഇത് ഒരു ഹാർട്ട് ബ്ലോക്ക് ഉള്ള ഒരാൾ ഡയറക്റ്റ്ലി നമ്മുടെ സുജോക്കിന്റെ ട്രീറ്റ്മെന്റ് വരുവാന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? അവർ എവിടെയെല്ലാം പോയി ഇത്രയും കെട്ട്. അതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഇപ്പൊ ഞാൻ വരികയാണ്, എനിക്ക് ചിലപ്പോൾ ഹാർട്ടിന് പ്രശ്നമുണ്ട്. ഈ ഹാർട്ടിന് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാൻ കുറച്ച് ലേറ്റ് ആവുന്നത് പതിവാണ്. അല്ല, അത് നമുക്ക് ഈ പറയുന്ന ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഇല്ലേ, ഇപ്പം നിങ്ങൾ ഒരുവിധം ഇഷ്യൂസ് ഉള്ള കേസുകൾ വരുമ്പം നമ്മൾ കംപ്ലീറ്റ് ഓർഗൻ ചെക്ക് ചെയ്യും. കംപ്ലീറ്റ് ഓർഗൻ ചെക്ക് ചെയ്യും, നിങ്ങളുടെ സ്പൈനൽ കോഡ് കംപ്ലീറ്റ് ചെക്ക് ചെയ്യും, നിങ്ങളുടെ ബ്രെയിനിൻ്റെ കംപ്ലീറ്റ് പോയിന്റ് ചെയ്യും. ഇതിപ്പോൾ മൈഗ്രൈന് ചെറിയൊരു സെക്ഷൻ മാത്രമല്ലേ ചെയ്തുള്ളൂ. ഫുള്ള് സിറ്റിങ് വരുമ്പോൾ തന്നെ നമ്മൾ കംപ്ലീറ്റ് മെയിൻ ഓർഗനെ എല്ലാം ചെയ്ത്, എത്ര സെക്ഷൻ ഉണ്ടെങ്കിലും മെയിൻ ഓർഗനെ മുഴുവൻ ചെയ്തിരിക്കും. ശരി, ഓക്കെ. പിന്നെ ഹയറിലേക്ക് പോകുമ്പോൾ അതിൻ്റെ സപ്ലിമെൻ്ററി ഓർഗൻ എടുക്കുന്നത് എന്നുവെച്ചാൽ നിങ്ങൾക്ക് വേറെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അത് ചെയ്ത്, അപ്പം ഈ ഓർഗൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നതാണ് സ്പൈനൽ കോഡ്.
ഓക്കെ. പിന്നെ ഇതിൻ്റെ എല്ലാം സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ എവിടെയാണ്? ബ്രെയിൻ. അപ്പോൾ ബ്രെയിനും നമ്മൾ ചെയ്യും. അപ്പോൾ പുള്ളി ഹാർമണൈസ് ആയി. ഓക്കെ സാർ, ഈ സുജോക് ട്രീറ്റ്മെന്റ് ഒരുപാട് പേരിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ തെറാപ്പി ഒരുപാട് പേരിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ സാറിനൊന്നും എന്താ പറയാ ഫോർ എവർ ബ്ലെസ്ഡ് ആയിട്ട് തോന്നിയ ഒരു മെമ്മറി ഉണ്ടോ? അല്ലെങ്കിൽ അല്ല, ഒരുപാട് ഉണ്ട്. ഒരുപാട് ഇപ്പം ഞാൻ പറയില്ല, ഈ ഇപ്പം നടക്കാൻ മേലാത്ത ആൾക്കാർ, എത്രയോ ആൾക്കാർ. ഇപ്പം ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് നടന്ന് പോയി നമ്മുടെ കിഴക്കോട്ടെ നിങ്ങളുടെ ബാങ്കിലേക്ക് വരുന്നു, സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് പോകുന്നു. നടന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഓപ്പോസിറ്റ് റോഡിൽ നിന്നൊരു നല്ലൊരു പെൺകുട്ടി, എനിക്ക് തോന്നുന്നൊരു എനിക്ക് 10-23 വയസ്സ് കൂടുതൽ കാണാൻ തോന്നുന്നില്ല, ഒരു സുന്ദരിയായിട്ടൊരു പെൺകുട്ടി ഇങ്ങനെ നടന്ന് ടോട്ടറിങ്ങോടുകൂടി കാലിടറി ഞൊണ്ടി വരുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറ്റിയതാണ്, ഞാൻ പിടിക്കണമെന്ന് ഇങ്ങനെ നിന്നു. അപ്പോൾ അതിങ്ങനെ വന്നു. ഞാൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സാറേ ഞാനൊരു ഫാഷൻ ഡിസൈൻ ചെയ്യുന്ന കുട്ടിയാണ്, കുറച്ച് പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ ഏതോ ഒരു കുറച്ച് അതിലാണ്. അപ്പോൾ വീണ് കാല് ഉളുക്കിയതാണ്. അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പലതും ചെയ്തു. പക്ഷെ ഭയങ്കര വേദനയാണ്, ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ. ആ വഴിയിൽ നിന്നുകൊണ്ട് സൈഡിൽ മാറ്റിയത് സ്പോട്ടിൽ ഞാൻ ചെയ്തിട്ട് കൂളായിട്ട് പഴയതുപോലെ അവർ നടന്നുപോയി. ഓക്കെ, പിന്നെ സ്ഥലം വേണം, ഇത്ര സാധനം വേണം എന്നൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ. കാരണം വെച്ചാൽ ഇപ്പം നിങ്ങൾ നടന്നു വരുന്നു. ഇപ്പം പണ്ടൊക്കെ എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ നടന്നു പോകുമ്പോൾ കൂടുതലും നടന്ന് വണ്ടികളൊന്നും ഇല്ലായിരുന്നു കൂടുതൽ. അപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുന്നൊരു കാലഘട്ടം നോക്കിയേ. അപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ ബൈക്കിൽ പോകുമ്പോൾ ഒരാളൊന്ന് കൂട്ടിക്കൊണ്ട് പോകണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നടന്ന് സ്കൂളിൽ ചേട്ടാ ഒന്ന് കയറ്റിയ നമ്മൾ ചോദിക്കില്ല. ചിലർക്ക് പേടിയാണ്, വഴക്ക് പറയും, ചിലർ ഇഷ്ടപ്പെടത്തില്ല എന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാണായാലും പെണ്ണാലും തോന്നാറില്ല, എന്നെയാ ചേട്ടാ ഒന്ന് കൂട്ടിക്കൊണ്ട് പോയി അവിടെ നിന്ന് വിട്ടേ അല്ലേ. അപ്പം എനിക്കറിയാം ഓരോ ഞാൻ ഒരുപാട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ, കാരണം എനിക്ക് അതുപോലെ ഒരുപാട് ദുഃഖങ്ങളുണ്ട്, ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം നിങ്ങളുടെ നീഡ്സ്. എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളെ ഞാനായിട്ട് കാണുന്നത്. അപ്പോൾ അവർ ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ വോളണ്ടറി ആയിട്ട് ചെന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരാളും പൈസ മേടിക്കാറില്ല. അതുപോലെ തന്നെ ഇതുപോലെ നടന്ന് ഞാൻ അമ്പലത്തിൽ പോകാനായിട്ട് കിഴക്കോട്ട് അങ്ങോട്ട് പോകുന്ന നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ അതിലേക്കിടെ കറങ്ങിപ്പോയില്ല. അതിൽ ചെയ്യുമ്പോൾ തന്നെ ഒരാളിങ്ങനെ ബൈക്ക് ചെയ്യുന്നുണ്ട്. ഒരു 60-65 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. കാലം എന്നിട്ട് ബൈക്ക് നിർത്തിയിട്ട് പുള്ളി ഇങ്ങനെ കരയുന്നോളെ ഇരുന്ന് പിടിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ അങ്ങോട്ട് ഞാൻ പോകേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷെ അവിടെ ഒരു വീട് വാടകയ്ക്ക് പണ്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ചുമ്മാ ഒന്ന് നിർത്തിയിട്ട് ഞാൻ അങ്ങോട്ട് നടന്നു പോയി. ഈ പുള്ളിക്ക് എന്ത് പറ്റി ചേട്ടാന്ന് ചോദിച്ചു. എന്ത് വല്ല പ്രശ്നമാണോ? എൻ്റെ പിന്നെ സാറാ സയാറ്റിക്ക പിടിച്ചിട്ട് 1 വർഷങ്ങളായിട്ട് ഞാൻ പ്രോബ്ലം ഉള്ള. ഉടനെ ഞാൻ എൻ്റെ പേഴ്സണാത്മൻ്റെ പ്രോബുണ്ട്, അതെടുത്ത് സ്പോട്ടിൽ പുള്ളി ചെയ്തിട്ട്, സാർ ഇത് എന്ത് ചികിത്സയാണ്? സ്പോട്ടിൽ മാറി.